IT മേഖല താഴെ നിന്ന് തന്നെ തുടങ്ങിക്കൊടുത്താൽ അസാമാന്യമായ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ കുട്ടികൾക്ക് ഇവിടെ അതിന് സൗകര്യം കൊടുത്താൽ ആരും പുറത്തു പോകില്ല. ഈ തൊഴിലിടങ്ങളിലെ സമരത്തിൻ്റെ കാര്യത്തിൽ ഇന്നും അവർക്കൊരു ഭയപ്പാടുണ്ട്. ഒരു സാധനം കൊണ്ട് ഇറക്കാൻ പറ്റുന്നില്ല, തുടങ്ങാൻ പറ്റുന്നില്ല. ITക്ക് പറ്റിയ കാലാവസ്ഥയും എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ് കേരളം. കേരളം എന്ന് കേട്ടാൽ ട്രേഡ് യൂണിയൻ ഇഷ്യൂ ആണ് കൃഷ്ണകുമാർ, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ കേരള. സിസ്റ്റമാറ്റിക് ആക്കുക, കമ്പ്യൂട്ടറിൽ അടിക്കുക, ഞങ്ങൾ ഇത്രാം തീയതി ഇന്ന ഫ്ലാറ്റിനോട് വരികയാണ്, ഇതാണ് ഞങ്ങളുടെ ലഗേജ്, എത്രയാണ് നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നു, വരുന്നു, ഇറക്കുന്നു. ഒരു ഡോക്ടർ ആശുപത്രിയിലിരിക്കുന്നു, അവിടെ ഒരു രോഗി മരിക്കുന്നു, അടുത്തത് കാണുന്ന ഡോക്ടറെ അടിക്കുക, ആ ഹോസ്പിറ്റലിൽ പറ്റിയ തീയിട്ടിട്ട് പോവുക. ഇതിനിടയ്ക്ക് ചേട്ടാ ഒരു കാര്യം പറഞ്ഞു, ഹൈജീൻ. അവരെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പറയുന്നത് വിസിറ്റേഴ്സ് ഇങ്ങോട്ട് വരണ്ട, എന്നാൽ നിങ്ങൾ ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് അസുഖം കൊടുക്കും, ഇവിടെ നിന്ന് രോഗമെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് 10 പേർക്ക് കൊടുക്കുകയും ചെയ്യും. IT മേഖലയിൽ നമ്മൾ ഒരു IT ഹബ്ബായിട്ട് മാറാൻ ഉള്ള ഒരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ 2-3 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് തമിഴ്നാട് ഈ രംഗത്ത് മുന്നപ്പൊക്കുന്നു, കർണാടക ഈ രംഗത്തുണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഇവരൊക്കെ ആയിട്ട് നമ്മൾ മത്സരിച്ച് മുന്നോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ. അതിന് വ്യക്തമായി ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഒരു നമ്മുടെ വിദ്യാഭ്യാസവും ഈ ITയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് നമ്മുടെ ടെക്നോ പാർക്കിലോ അല്ലെങ്കിൽ ഇൻഫോ പാർക്കിലോ ഒക്കെ തൊഴിൽ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അവരെ അതിന് പറ്റിയ അവരുടെ ഒരു എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ IT മേഖല വളരുള്ളൂ. അപ്പോൾ IT മേഖലയുടെ ഒരു വളർച്ചയെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം, ഒരു കാഴ്ചപ്പാട് എന്താണ്? അല്ല, മുന്നോട്ട് നമ്മളെ നയിക്കേണ്ടത് ഇനി IT തന്നെയാണ്. IT ഇല്ലാതെ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിനു വേണ്ടിയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം ഈ സ്കൂളുകളിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നുമല്ല വേണ്ടത്. ഇന്ന് നമ്മുടെ ഏത് കാര്യം ഇന്ന് നെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യ എവിടെ, അമേരിക്ക എവിടെ, എല്ലാം സെക്കൻഡുകൾ കൊണ്ട് മനസ്സിലാവും. പണ്ട് അങ്ങനെയല്ല, കമ്പാരിസൺ കുറവായിരുന്നു. ഇന്ന് കമ്പാരിസണേ ഇല്ല. കാരണം നമ്മുടെ വീട്ടിലെ കുട്ടികൾ കാണുന്ന സിനിമ എന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷുണ്ട്, കൊറിയനുണ്ട്, അപ്പോൾ അവർക്ക് ഈ ലോകം എന്ന് പറയുന്നത് എല്ലാം ഒരിടത്ത് നിൽക്കുക. അപ്പം നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അവിടെ എന്ത് ഒരു അപ്ഡേഷൻ വരുന്നത്, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എന്താണ് വരുന്നത്, അതിവിടെ ഉണ്ടായേ പറ്റൂ. അപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റികളുമായിട്ട് ചേർന്ന് ഇവിടെ നമുക്ക് കമ്പൈൻ യൂണിവേഴ്സിറ്റീസിനെ വരണം. നമുക്കിന്ന് കൊളാബറേഷൻ ഒരു സാധനമുണ്ട്, ഏതും വളരെ ഈസിയാണ്. അവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റീസുമായിട്ട് ചേർന്ന് വേണം ഇവിടെ നമുക്ക് ആലോചിക്കാനും. അവരുടെ ചാപ്റ്റേഴ്സ് പോലെ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയ കാര്യം പറയും, ഇപ്പോൾ നമ്മുടെ കോളേജുകളിൽ തന്നെ നോർമൽ ക്ലാസ്സിൻ്റെ കൂടെ എൻട്രൻസിൻ്റെ ക്ലാസ്സുകളും കൂടി വെച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രില്യൻസ്, ഇങ്ങനെ പലരും. ഇതേപോലെ എന്തുകൊണ്ട് അവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് അവരുമായിട്ട് നമുക്ക് ഇവിടെ പ്രൈമറി എഡ്യൂക്കേഷനിലേ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിത് ഒരു പരിധി എത്തിയിട്ടല്ല നമ്മൾ പോകേണ്ടത്. ഇന്ന് പറഞ്ഞ പോലെ ഈ ഹൈദരാബാദൊക്കെ ഒരു ഹബ്ബായിട്ട് തന്നെ എത്ര നാളായി കഴിഞ്ഞു. അവിടെ ഞാൻ ഈ അടുത്ത കാലത്ത് വീണ്ടും ഹൈദരാബാദിൽ കൂടി പോയി. ഈ ഫ്ലൈ ഓവേഴ്സ് എല്ലാം ഇതിനകത്തൂടി പോകുന്നു, കണ്ടു കാണും. ചിലപ്പോൾ വേറെ ലോകം. ഇപ്പം നമുക്കിവിടെ ടെക്നോ പാർക്കുണ്ട്, ഇല്ലെന്നല്ല. ഇപ്പം അതിൻ്റെ അടുത്ത കമ്പനി ഏതോ പറഞ്ഞാൽ അപ്പുറത്ത് കൊല്ലത്തോട്ട് പോകുന്ന വഴിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു പേസിലല്ല വേണ്ടത്. നേരത്തെ പറഞ്ഞു, ഇത്ര വർഷം കൊണ്ടാണെങ്കിൽ ഇത് എത്രാം തീയതി തീരും, അങ്ങനെ ഡേറ്റ് വെച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഇത് ലാഗ് എന്ന് വെച്ചാൽ ഹെവി ലാഗാണ് നടക്കുന്നത്. അപ്പം മറ്റുള്ളവർ അവിടെ ഈ സമരമില്ല, നമ്മുടെ അടുത്ത പ്രശ്നം അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രൈമറി ഇതിൽ തന്നെ കുട്ടികൾക്ക് ഇതും കൊടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ ഒരു കാര്യമുണ്ട്. മലയാളിക്ക് അസാമാന്യമായ ഒരു ബുദ്ധിയുണ്ട്. അത് എനിക്കൊന്ന് ചെറുതിലെ തന്നെ നമുക്കൊരു തോന്നലുണ്ട്, നമ്മൾ കേരളത്തിലാണ്, നമ്മൾ താഴെയാണ് കിടക്കുന്നത്, നമുക്ക് മറ്റു ഭാഷകൾ അറിയണം, മറ്റിതെല്ലാം അറിയണം. നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. ഏതൊരു മലയാളിക്കും കുറച്ച് ഹിന്ദി മനസ്സിലാവും, ഇംഗ്ലീഷ് അത്യാവശ്യം മനസ്സിലാവും. നമ്മുടെ ബ്രെയിനിൽ പണ്ട് തൊട്ടേ നമ്മൾ മലയാളം പാട്ട് മാത്രമല്ല പാടുന്നത്, നമ്മൾ എല്ലാ പാട്ടുകളും പാടുമായിരുന്നു. ആസ് ഒരു ഹിന്ദിക്കാരന് അവൻ്റെ റിയാലിറ്റി ഷോയിൽ ഹിന്ദി പാടിയാൽ മതി, വേറെ ഒന്നും പാടണ്ട. സോ നമ്മുടെ ഇവിടെ തമിഴിൻ്റെ ചാൻസ്, മലയാളത്തിൻ്റെ ചാൻസ്, നമ്മുടെ ബ്രെയിൻ കുറച്ചൊരു ഷാർപ്പായിരുന്നു പണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ചെറുതെ എടുക്കാമെങ്കിലുണ്ടല്ലോ. നമുക്കറിയാം കേരളത്തിൻ്റെ ആൾക്കാർ ഏതൊക്കെ ടോപ്പ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കില്ലാടികളാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ IT മേഖല താഴെ നിന്ന് തന്നെ തുടങ്ങിക്കൊടുത്താൽ അസാമാന്യമായ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ കുട്ടികൾക്ക് ഇവിടെ അതിന് സൗകര്യം കൊടുത്താൽ ആരും പുറത്തു പോകില്ല. ഇവിടെ നിന്ന് പഠിച്ച് ഇന്ന് എല്ലാവരും ഇങ്ങോട്ട് വരാൻ, ഇപ്പോൾ ഈ ടൂറിസം മറ്റേ ഡെവലപ്പ് ചെയ്താൽ IT മേഖലയുള്ള എല്ലാവരും ഇപ്പോൾ കേരളത്തിന് വലിയ ഉന്നമാണ്. പക്ഷെ അവിടെയും ഒരു പേടിയുണ്ട് അവർക്ക്. ഇന്നും ഈ തൊഴിലിടങ്ങളിലെ സമരത്തിൻ്റെ കാര്യത്തിൽ ഇന്നും അവർക്കൊരു ഭയപ്പാടുണ്ട്. ഒരു സാധനം കൊണ്ട് ഇറക്കാൻ പറ്റുന്നില്ല, തുടങ്ങാൻ പറ്റുന്നില്ല. പിന്നെ വേറെ ചില രാഷ്ട്രീയ സംഭവങ്ങൾ, അതുകൊണ്ട് മാറിയാൽ ITക്ക് പറ്റിയ കാലാവസ്ഥയും എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ് കേരളം. തീർച്ചയായിട്ടും അത് മാറണമെങ്കിൽ, നമ്മുടെ ഈ ഒരു സമഗ്രമായ വികസനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം ഈ നോക്കുകൂലി ഒരു വിപ്ലവകരമായ ആശയമാണെന്നുള്ളത് മാറണം. ലോകത്തെവിടെയും നോക്കുകൂലിയുണ്ട്.
അതിനകത്ത് INTUC, CITU, BMS എല്ലാവരും പറയുന്നത് നോക്കൂലി വേണമെന്നാണ്. അതെത്ര വികൃതമായൊരു സംസ്കാരമാണെന്ന് ആലോചിച്ച് നോക്കണം. എനിക്കൊരു സാധനം ഇറക്കണം എൻ്റെ വീട്ടിലോട്ട്. ഞാൻ ഇവരോട് പറയാറുണ്ട്, നിങ്ങളൊരു ഓഫീസ് ഇട്ട് ഒരു റെസീറ്റ് വെച്ചിരിക്കൂ, ഇത്രയാണ് റേറ്റ്, ഞാൻ തന്നെ നിങ്ങളെ ഏൽപ്പിക്കും. ഇത് നിങ്ങളൊന്ന് നിങ്ങളെ പേടിച്ചുകൊണ്ട്, അവരും സാധാരണ മനുഷ്യർ, ഇവിടെ താഴെയുള്ള CIT-കാർ ഉൾപ്പെടെ ഞാൻ സ്നേഹത്തില്ല, ഞാൻ അവർക്ക് പറയും, നിങ്ങൾ സാധാരണ ജനങ്ങളെ പോലെ ചിരിച്ചു നിൽക്കൂ. ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരും, ഞങ്ങൾക്ക് ഇത്ര സാധനം ഇറക്കാനുണ്ട്, ഇതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത്. നിങ്ങളെ പേടിച്ചിട്ടാണ് രാത്രി കൊണ്ടിറക്കുന്നു മറ്റേ ഇറക്കുന്നു. നിങ്ങളും ഞങ്ങളോട് ചേരൂ, നിങ്ങളും മനുഷ്യരല്ലേ, നിങ്ങളെ മക്കൾ പഠിക്കുന്നതല്ലേ. ഇനി ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഈ സംസ്ഥാനത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇവർ മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളം എന്ന് കേട്ടാൽ അയ്യോ ട്രേഡ് യൂണിയൻ ഇഷ്യൂ ആണ് കൃഷ്ണകുമാർ, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ കേരള. ഇത് മാറ്റിയെടുക്കേണ്ടത് പാർട്ടികൾ തീരുമാനിച്ച് താഴെത്തട്ടിൽ ഇവരെ നിയന്ത്രിച്ച് ഇത്തരം ഇടപാടല്ല, സിസ്റ്റമാറ്റിക് ആക്കുക. അതും കമ്പ്യൂട്ടറിൽ അടിക്കുക, ഞങ്ങൾ ഇത്രാം തീയതി ഇന്ന ഫ്ലാറ്റിനോട് വരികയാണ്, ഇത്ര ഇതാണ് ഞങ്ങളുടെ ലഗേജ്, എത്രയാണ് നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നു, വരുന്നു, ഇറക്കുന്നു. ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആക്കണം. അവരെയും പഠിപ്പിച്ച് അവരുടെ മക്കളും നല്ലവരാവുണ്ട്. അതുകൊണ്ട് യൂണിയൻ എന്ന് പറയുന്നവർ അവർ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ വരട്ടെ. എത്ര നന്നായിട്ട് എക്യുപ്മെൻറ്റ്സ് ഇറക്കി തല ചുമടായിട്ട് തന്നെ കുരച്ച പലരും മരിക്കുന്നു ആരോഗ്യ പ്രശ്നം മൂലം. ഇന്ന് എല്ലാത്തിനും എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അവരെയും കൂടി നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരണം. ഇതൊക്കെ പറയുമ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല, ഇത് മനസ്സിൽ തോന്നുന്ന കാര്യമാണ്. തീർച്ചയായും കൊച്ചൗസഫ് ചിറ്റലപ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യവസായിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി ദാനം ചെയ്ത ആളാണ്. അപ്പം അത്രയും വലിയ കോടീശ്വരനായ ഒരു വ്യവസായി സ്വന്തം കിഡ്നി വേണേൽ നാട്ടുകാരുടെയൊക്കെ വേണേൽ കിഡ്നി വാങ്ങിച്ചു കൊടുക്കും, സ്വന്തം കിഡ്നി കൊടുക്കത്തില്ല. ആ മനുഷ്യന് അവസാനം ലോറിയിൽ നിന്ന് സാധനം അദ്ദേഹത്തിന് ഇറക്കേണ്ടി വന്നു. എന്നിട്ട് വലിയ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ചമഞ്ഞിലേക്ക്. എന്ത് കഷ്ടമാണിത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അത് പിന്നെ പോയിക്കോട്ടെ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മറ്റൊരു രംഗം എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്ത ഒരു ആരോഗ്യരംഗമാണ്. അപ്പോൾ ആരോഗ്യരംഗത്ത് എനിക്കൊരു സജഷൻ തോന്നിയത് താങ്കളുടെ ശ്രദ്ധയപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വരുന്നത്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന് ഒരു റെഫറൽ ആശുപത്രിയായിട്ട് കർശനമായി നിലനിർത്തിക്കൊണ്ട് താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും അത്യാവശ്യം പനി വന്നാൽ ഉടനെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വരേണ്ട കാര്യമില്ല. പനി വന്ന പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഇപ്പോൾ കുറച്ചുകൂടെ പ്രശ്നമുണ്ടെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകും, അതുമല്ലെങ്കിൽ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോകും. ജില്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും റെഫറൽ ഹോസ്പിറ്റലായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജ് മാറിയാൽ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ നിലവാരം വളരെ വ്യത്യാസം വരും. അവിടെ അത് ഹൈജീനിക്കായിട്ട് അതിനെ നിലനിർത്താൻ പറ്റും, അനാവശ്യമായ ക്രൗഡ് ഒഴിവാക്കാം. ഇത്തരം ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ, വളർന്നു വരുന്നൊരു രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ച് എല്ലാ കാര്യത്തിനെക്കുറിച്ചും കൃത്യമായി കാഴ്ചപ്പാടുള്ള, ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള അപൂർവ നേതാക്കന്മാരിലൊരാൾ ഇത് ഞാൻ വിശേഷിപ്പിക്കുന്നത് സന്തോഷത്തോടു കൂടി തന്നെ വിശേഷിപ്പിക്കുന്ന. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ എങ്ങനെ അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? നമ്മുടെ ഇവിടെ നാട്ടിലൊരു കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, പണമുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മരിക്കാം, പണമില്ലെങ്കിൽ ദുരിതം അനുഭവിച്ച് മരിക്കേണ്ടി വരുന്നു. അതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്നു. ഇതിനെ ഇല്ലാതാക്കണം. കാരണം ആരോഗ്യവും ഈ വേദനയൊക്കെ എല്ലാവർക്കും തുല്യമാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ സിംഗപ്പൂരിൽ പോയിട്ട് അവിടെ വെച്ചൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു ഒരാളെ കൊണ്ട്. റിസപ്ഷൻ്റെ അവിടം വരെ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ, അതിനപ്പുറത്തോട്ട് പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ഈസ് നോട്ട് അലൗഡ് എന്നവർ പറഞ്ഞു. കാരണം ഇവിടെ അതിന് ആവശ്യമില്ല. ഇവിടെ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ എല്ലാ രോഗികളെയും ഞങ്ങൾക്ക് നോക്കാനറിയാം, ഒരേപോലെ ഞങ്ങൾ കാണുന്നത്. അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇത് ഞാൻ ചോദിച്ചു 5 സ്റ്റാർ ഹോട്ടൽ വല്ലതും, അത് അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയാണ്. ഇതിനിടയ്ക്ക് ചേട്ടാ ഒരു കാര്യം പറഞ്ഞു, ഹൈജീൻ. അവരെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പറയുന്നത് വിസിറ്റേഴ്സ് ഇങ്ങോട്ട് വരണ്ട, എന്നാൽ നിങ്ങൾ ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് അസുഖം കൊടുക്കും, ഇവിടെ നിന്ന് രോഗമെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് 10 പേർക്ക് കൊടുക്കുകയും ചെയ്യും. നിങ്ങളിവിടെ വരണ്ട, ഞങ്ങൾക്കറിയാം നോക്കാൻ. അപ്പോൾ ഈ സിസ്റ്റം പണ്ടേ അവിടെ വന്നപ്പോൾ അവിടെ ഏത് ആശുപത്രി വേണോ നമുക്ക്, ഫോർ എക്സാമ്പിൾ അവിടുത്തെ സിസ്റ്റം വേറെയാണ്, നമ്മൾ ഇൻഷുർഡാണ്, നമ്മുടെ സാലറിയിൽ നിന്ന് വലിയൊരു ഇത് പിടിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാലറിയിൽ നിന്നും ടാക്സൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് പോകാൻ. പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ വാക്കില്ലാത്ത തുകയാവുക, വല്ലാതെ പെട്ട് നിൽക്കുക. ഇതിനൊരു അറുതി വരുത്താനായിട്ട് ഹോസ്പിറ്റലിലെ കംപ്ലീറ്റ് സിസ്റ്റങ്ങൾ മാറ്റുക. ഇതിനകത്ത് 2 ഇതുണ്ട്. ഒന്ന്, ഡോക്ടർമാരിൽ 99% പേരും നല്ലവരാണ്. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഡോക്ടർമാരെ കാണുന്നത്, വരുന്ന രോഗികളും ആൾക്കാരും കാണുന്നത് ക്രിമിനൽസ് ആയിട്ടാണ്. അപ്പോൾ വരുന്നവരുടെയും ഇതൊന്ന് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ അക്രമവാസനയുണ്ട്. ഒരു ഡോക്ടർ ആശുപത്രിയിലിരിക്കുന്നു, അവിടെ ഒരു രോഗി മരിക്കുന്നു, അടുത്തത് കാണുന്ന ഡോക്ടറെ അടിക്കുക, ആ ഹോസ്പിറ്റലിൽ പറ്റിയ തീയിട്ടിട്ട് പോവുക. ഈ ഒരു പ്രവണത കുറേ കാലമായിട്ട് കാണുമ്പോൾ ദുഃഖം തോന്നും. ഇനി പറയുന്നത് എത്ര സൂഹിക്കുന്നറിയില്ല. നമ്മുടെ അടുത്ത് പലരും ഈ പൊതുരംഗത്ത് നിൽക്കുന്ന കൃഷ്ണന്മാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് വിളിച്ചു പറയൂ. നമ്മൾ വ്യക്തിപരമായി ഡോക്ടർമാർ ചിലപ്പോൾ 9:30, 10 മണി, രാത്രി 11 വിളിക്കുന്ന ഡോക്ടറെ ഇങ്ങനൊരു കേസുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും, പേര് പറയാത്തൊന്ന് പറയാം, കൃഷ്ണന്മാരെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട്
രാവിലെ തൊട്ട് ഓർത്തയിലല്ലേ ഈ രക്തവും മറ്റത് കണ്ട് ഇവിടെ വൈകുന്ന രണ്ടെണ്ണം കഴിച്ചുകൊണ്ടിരിക്കുക, 2 സ്മോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പേഴ്സണലി ചെന്നേ പറ്റൂ. ഈ ഡോക്ടർ ശരി കൃഷ്ണകുമാറല്ലേ പറഞ്ഞത്, ചെല്ലുന്നു, ഈ കേസിന് പരമാവധി ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ മാരകമായ ഒരു ആക്സിഡൻറ്റ് പറ്റി വന്നതാണ് ഈ ആൾ മരിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി കൂടെ നിന്നവർ പറയുന്നത് ഡോക്ടർ മദ്യപിച്ച് വന്ന് റോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടാണ് സംഭവിച്ചത്. അടി തുടങ്ങുന്ന അവിടെ. അപ്പോൾ എന്തുപറ്റും വെച്ചാൽ ഫസ്റ്റ് തിങ് അവിടെ ഡോക്ടറിന് ശരിയല്ല എന്ന് നോക്കുന്നത്. നമ്മളും ചെല്ലുന്നവർ ഡോക്ടറിനോട് കുറച്ച് ബഹുമാനത്തിൽ വേണം പെരുമാറാൻ. കാരണം അവർ പഠിച്ചു വന്നവർ. എനിക്ക് ഈ 56-ാമത്തെ വയസ്സിൽ എൻ്റെ ഹാർട്ടും ലങ്സും ലിവറും ഒക്കെ എവിടെ ഇരിക്കുന്നു പോലും എനിക്കറിയത്തില്ല. അതിനകത്ത് വരുന്നൊരു അസുഖത്തെ അവർ കണ്ടെത്തി ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കുകയാണ്. അവരെയാണ് നമ്മൾ ഈ കയറി അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഡോക്ടർ നമ്മുടെ കൂട്ടത്തിൽ പഠിച്ചവരാണ്, നമ്മുടെ അസുഖങ്ങൾ ഭേദമാക്കുന്ന ഒരു വൈദ്യനാണ് എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചോദിക്കുന്നു നമ്മളെന്താ പഠിച്ചവർ റെസ്പെക്ട്? ഞാൻ പഠിച്ചതല്ല, അവർ സമൂഹത്തിൽ എന്തായാലും ഡോക്ടറാണ്, അവരെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യൂ, ഡോക്ടർ പേഷ്യൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്തോട്ടെ. പക്ഷേ ഈ അക്രമവാസന, ആശുപത്രിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആക്രമിക്കുക, ഇത് മുഴുവൻ മാറേണ്ടിയിരിക്കുന്നു. പിന്നെ ചെല്ലുന്നവർ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഇപ്പോൾ അത് കർശനമായി നിയന്ത്രിച്ചു തുടങ്ങി. ആഹാരം കൊണ്ടുവന്ന് അവിടെ മുഴുവൻ വലിച്ചെറിയ, ബാത്റൂമിൽ കൊണ്ട് തട്ടിക്കൊടുക്കുക. ഇപ്പം നമ്മൾ മനസ്സിലാക്കണം, അവിടെ വർക്ക് ചെയ്യുന്നൊരു മനുഷ്യരാണ്. ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഒന്ന് കുളിച്ച് വലിയ സൗകര്യമുള്ള നല്ലൊരു ഡ്രസ്സ്, കുറച്ച് ഒരു ലൈറ്റ്സ്, ഒരു പെർഫ്യൂമൊക്കെ അടിച്ച് പോകണം. ഇപ്പോൾ ഞാൻ പല്ല് കാണിക്കാനാണ് ഞാൻ തന്നെ ബ്രഷ് ചെയ്ത് ഫ്ലോസും ചെയ്ത് കൊടുക്കണം. ഡോക്ടർ മനുഷ്യനാണ്, നമ്മളെ തന്നെ നല്ല രീതിയിലൊന്ന് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഡോക്ടറും ഹാപ്പിയാവും, നല്ല രീതിയിൽ ചികിത്സിച്ച് നമ്മളെ വിട്ടേക്കും. ഞാൻ പൊതുവെന്ന് വെച്ചാൽ ഇതെല്ലാം പ്രൈമറി ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട സംഭവങ്ങളാണ്. ഇതെല്ലാം ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന ആ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുത്താൽ അവരവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷമയോടെ കാത്തു നിൽക്കും. സിസ്റ്റം കറക്റ്റായിരിക്കും. ഡോക്ടറും ഇത് പഠിച്ചു വന്ന ആളാണ് ഈ പെരുമാറ്റം. അപ്പോൾ ഞാൻ ഈ ആരോഗ്യ മേഖലയിൽ ഒന്നടങ്കം ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ട സമയമായി. കാരണം ഡോക്ടർമാരും മനുഷ്യരാണ്, പേഷ്യൻസും മനുഷ്യരാണ്. നമ്മൾ തമ്മിലൊരു പരസ്പര ബഹുമാനത്തിൽ പോകണം. പക്ഷെ എന്തോ നമ്മളിവിടെ കാണുന്ന കാഴ്ച മുഴുവൻ 1,00,000 RCCയിലോട്ട് പോയി എത്രയോ പേഷ്യൻസ് വരുന്നു, വളരെ കുറച്ച് ഡോക്ടേഴ്സ്. പണ്ട് RCCയുടെ അവസ്ഥ നമുക്കറിയാം, ഇന്ന് ദയനീയമാണ് ഇതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ. കാരണം വരുന്ന പേഷ്യൻസിൻ്റെ മാനസികാവസ്ഥ നമുക്കറിയാം. ക്യാൻസർ പേഷ്യൻസാണ്, അവരുടെ ബന്ധുക്കളും വരിക. ഞാൻ ഒന്നടങ്കം ഇതിനകത്തൊരു സിസ്റ്റം കൊണ്ടുവരണം. പേഷ്യൻസ് മാത്രം, അവർക്ക് കൃത്യമായ സംഭവമായിരിക്കണം. അവരുടെ വരുമാനം നോക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായി കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനകത്തോട്ട് ആർക്കും ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ശ്രീത്തിൽ ഇതിരുന്നാൽ SCTയിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞത്, അവിടെ ബന്ധുക്കൾ അതിനോടല്ല അകത്ത്. ആ ആശുപത്രി ഇന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇന്ന് ഈ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താ ഇങ്ങനെ ആവാൻ കാര്യം? ആർക്കും ഇടിച്ച് കയറാം. പിന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ വിളിച്ച് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി എൻ്റെ ആളാണ്, എന്തുകൊണ്ട് ആദ്യം നോക്കണം. ഈ സംവിധാനങ്ങൾ മുഴുവൻ മാറി ആരോഗ്യ വകുപ്പ് ഹോസ്പിറ്റലിലെ നമ്മളൊരു മോഡലാക്കി കാണിച്ചു കൊടുക്കണം. കേരളത്തിൽ നമുക്ക് വിദ്യാഭ്യാസം എല്ലാം ഉണ്ടെന്നും ഈ ആരോഗ്യ മേഖലയിലൊക്കെ. അപ്പോൾ ഒരെണ്ണം കണക്ക് വെച്ച് പറയും, എന്താ കേരളം മുന്നിലല്ലേ. ഞാൻ സുഹൃത്ത് ഇത് രാഷ്ട്രീയപരമായി സംസാരിക്കുകയല്ല, ആരെയും മോശമാക്കാൻ സംസാരിക്കുന്നില്ല. ആരോഗ്യ മേഖല നമുക്ക് നന്നാക്കി വെക്കേണ്ടതും വൃത്തിയാക്കി വെക്കേണ്ടതും നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ താഴെ തട്ടിലുള്ള ആശുപത്രി, അവിടെ ഏറ്റവും നല്ല ചികിത്സ കൊടുത്താൽ ഈ മുകളിലോട്ട് തിരക്കേ വരില്ല. അവിടെ കൊടുത്തേക്ക്. ഇത് ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയാലും തൂക്കിയെടുത്ത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോവുക. മെഡിക്കൽ കോളേജ് ഏറ്റവും അത്യാവശ്യവും ഏറ്റവും മാരകമായ സംഭവങ്ങൾക്ക് മാത്രം വെച്ചിട്ട് ഈ താഴെത്തട്ട് ചേട്ടൻ പറഞ്ഞ പോലെ ഓരോ ആശുപത്രികളും സുന്ദരവും മനോഹരവും വൃത്തിയും ഒരു ഡിസിപ്ലിനും വെടിപ്പോട് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ട് പോകണ്ട. എന്തിനാണ് എത്ര ദൂരെ പോകുന്നത്? അടൂരൊരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ നിർത്തി ഇവിടം വരെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്, അവിടെ ഡീൽ ചെയ്യാം. പിന്നെ ഒന്നുകൂടി കാര്യം ആലോചിക്കേണ്ട വെച്ചാൽ ഈ മെഡിക്കൽ കോളേജിൽ തന്നെ എനിക്കൊന്ന് കുറച്ച് എണ്ണത്തിൽ കൂടുതലും വെച്ച് കൊടുക്കുക, സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക. ആരോഗ്യ മേഖല കാരണം എല്ലാവർക്കും ഇന്നൊരു വലിയൊരു മാനസിക സംഘർഷത്തിലൂടെ പോകുന്ന ആൾക്കാർ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതിനൊക്കെ ഒരു സിസ്റ്റം. കാരണം ഒരു പ്രൈവറ്റ് ആശുപത്രി പോയാൽ പണവുമായിട്ട് ഞാൻ പ്രൈവറ്റ് ആശുപത്രി പോയി എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു. ഇതേ സംവിധാനം പണം നോക്കാതെ സാമ്പത്തികമായി പുറകെ നിൽക്കുന്നവർക്കും ഇതേ സൗകര്യങ്ങൾ ആശുപത്രി കിട്ടണം. മനുഷ്യരുടെയൊക്കെ ഒരു ഫിസിക്കൽ ആരോഗ്യം പോലെ മാനസികാരോഗ്യം നന്നായിരുന്നാൽ അത് രാജ്യത്തിനും സംസ്ഥാനത്തിനും നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ആശുപത്രികൾ സൗകര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അതിന് ഒരു ഡിസിപ്ലിൻ സ്ട്രക്ചർ കൊണ്ടുവരാൻ ഈ പറഞ്ഞ പോലെ പറ്റുന്നില്ല. ചില ഹോസ്പിറ്റൽസൊക്കെ ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രി നല്ല വൃത്തിയായിട്ടൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഒരു കൃത്യമായൊരു വിഷനുള്ള ഒരു ആരോഗ്യമന്ത്രി നിർഭാഗ്യശാൽ നമ്മുടെ സംസ്ഥാനത്തില്ല. അതൊരു പോരായ്മ തന്നെയാണ്, പറയാതിരിക്കാൻ ഒരു യാതൊരു നിവൃത്തിയില്ല. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു പെൺകുട്ടിയെ MBBS കഴിഞ്ഞ കുട്ടിയെ നമ്മളെ കണ്ണുനീരണിയിപ്പിച്ച സംഭവമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടർമാർക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനെ വളരെ കർശനമായി നിർദാക്ഷിണ്യം നേരിട്ടില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നാശമാണ് ഉണ്ടാകാൻ പോകുന്നത്.
ഏത് ക്രിമിനലിനും കയറി വിളയാനുള്ള സ്ഥലമല്ല നമ്മുടെ ആശുപത്രികൾ എന്ന് തെളിയിക്കേണ്ടത് ജനങ്ങളല്ല, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെയാണ് ഇച്ഛാശക്തി. ഡോക്ടറുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഗവൺമെൻറ്റാണ്. ആ കുട്ടി മരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഇതുവരെ യാതൊരു ബന്ധം പോലും ഒരു ബന്ധമില്ലാത്തൊരു പാവം കുട്ടി. അപ്പം ഒരു കുട്ടി ഏക മകളാണ്. അതാ ആ മാതാപിതാക്കളുടെ അവസ്ഥ ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് കുട്ടി വരുമെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ പേരുമൊക്കെ വീടിൻ്റെ മുന്നിൽ എഴുതി വെച്ച് BBS എന്നൊക്കെ എഴുതി വെച്ച് അച്ഛനും അമ്മയും കണ്ട വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം നമ്മുടെ രാജ്യത്തെ ക്രമസമാധാന നില തകർന്നതിൻ്റെയാണ്. അതിൻ്റെ ഒരു പ്രതിഫലങ്ങളിലൊന്ന് കാണുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, മറ്റൊന്ന് ആരോഗ്യരംഗത്ത്, പിന്നെ വ്യവസായ മേഖലയിലുണ്ട്. നോക്കുകൂലി ആവശ്യപ്പെടുന്നവരും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഭാഗം.